ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് അറിയുമോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹു റസൂലും അള്ളാഹ്ക്കും അവന്റെ ദൂതനും അറിയാം, അവരാണ് ഏറ്റവും അറിയുന്നവർ, എനിക്കറിഞ്ഞുകൂടാന്ന്. ആല അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, അള്ളാഹുവിനോട് അടിമകൾക്കുള്ള ഹക്ക് ബാധ്യത അൻയഅ്ബുദൂഹു, അവരെന്ത് ചെയ്യണം? അള്ളാഹിനെ ഇബാദത്തെടുക്കണം. വലാ യുശ്രികൂ ബിഹി ശൈഅൻ, യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. സുമ്മ സാറ സാഅത്ത്, പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നു. സുമ്മ ഖാല യാ മുആദ് ബിൻ ജബൽ, ഈ ജബലിന്റെ മകൻ മുആദേ എന്ന് പറഞ്ഞു. ഖുൽതു ലബ്ബൈക റസൂലല്ലാഹി വസഅദൈക, ഞാൻ ഉത്തരം നൽകി. ഖാല ഹൽ തദ്രി മാ ഹഖ്ഖുൽ ഇബാദ് അലല്ലാഹ്, അള്ളാഹ്ക്ക് ഒരു ബാധ്യത ഉണ്ട് അടിമകളോട്, അതെന്താ എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ഇതാ ഫഅലു, ഇത് ഇവർ ചെയ്താൽ, അള്ളാഹിനോടുള്ള ബാധ്യത നിർവഹിച്ചാൽ അള്ളാഹ് ഇവരോടൊരു ബാധ്യത ഉണ്ട്, അതെന്താണ് എന്ന് നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹും അവന്റെ ദൂതനും അറിയാം. ആ നേരം അവിടുന്ന് പറഞ്ഞു, ഹഖ്ഖുൽ ഇബാദ് അലല്ലാഹ്, അടിമകളോട് അള്ളാഹ്ക്കുള്ള ഹക്ക് ബാധ്യത അല്ലാ യുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ അവർ ഈ ഇബാദത്തിലെ തൗഹീദ് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ആൾക്കാരായി മാറിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, അതിന്റെ വിശാലമായ അർത്ഥം നമ്മൾ സൂചിപ്പിച്ചു. ആ ബാധ്യത അവർ നിർവഹിച്ചാൽ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നത് എനിക്ക് അവരോടുള്ള ബാധ്യതയാണ്, അത് ഞാൻ നിർവഹിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇബാദത്തിലെ തൗഹീദ് അല്ലെങ്കിൽ ഉലൂഹിയത്തിലെ തൗഹീദ് വളരെ പ്രാധാന്യപൂർവമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 3 വട്ടം ഉത്തരമല്ലാതെ വെറും ചോദ്യം തന്നെ, യാ മുആദ്. 3 വട്ടമാകുമ്പോൾ മുആദ് എന്താണ് റസൂലിന് കാര്യപ്പെട്ടെന്തോ നിന്നോട് പറയേണ്ടത് എന്ന് കിട്ടും. പിന്നെ ചോദ്യമാണ് ഹൽ തദ്രി, നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി താല്പര്യം കൂടും. അപ്പൊ അത്ര പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഈ കാര്യം എന്നതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ളൊരു ആമുഖവും അതിനൊരു മുഖദ്ദിമയൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് അല്ലെ ആ രൂപത്തിൽ മുആദിനോട് ചോദിക്കുന്നത് എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ ആലിമീങ്ങൾ പറയുന്നത്. അപ്പോൾ 2 ബാധ്യത കിട്ടിയ നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ആദ്യം പറഞ്ഞ്, അടിമകൾ റബ്ബിനോട് പാലിക്കേണ്ട അദബ്, അവകാശം, ബാധ്യത, അത് അവന് മാത്രം ഇബാദത്തെടുക്കാം, അതുപോലെ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. ഇനി 3ാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട്, തൗഹീദ് ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട് ലോകത്ത് വന്ന നബിമാർ, മുർസലീങ്ങൾ മുഴുവനും അവരുടെ ദഅവത്തിന്റെ ആകത്തുക ഈ തൗഹീദുൽ ഉലൂഹിയത്താണ് എന്ന് കാണാൻ കഴിയും. ലോകത്തൊരു പ്രവാചകനും ഈ കാര്യം പറയാതെ വന്നിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്തത് പറയുന്നുണ്ട്. അത് 2-3 ആയത്തുകൾ. ഒന്ന് സൂറത്ത് അംബിയാ 25-ാമത്തെ ആയത്ത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവനിലേക്ക് ഇങ്ങനെ വഹി നൽകാതെ. എന്താ വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, എന്താണ് വഹി നൽകപ്പെട്ടത്? ഞാനല്ലാതെ ആരാധ്യനേ ഇല്ല, ആരാധ്യൻ ഞാൻ മാത്രം, അതുകൊണ്ട് ഫഅ്ബുദൂൻ, എനിക്ക് നിങ്ങൾ ഇബാദത്തെടുക്കുക. ഇത് പറയാത്തൊരൊറ്റ റസൂലും അയക്കപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അപ്പോൾ എല്ലാ നബിമാരും ഈ കാര്യം പറഞ്ഞു. മറ്റൊരു വചനം, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, സൂറത്തുൻ നഹൽ 36. എല്ലാ ഉമ്മത്തിലും ഞാൻ റസൂലിനെ അയച്ചിട്ടുണ്ട്. ഒരു ഉമ്മത്തിനും റസൂലിനെ അയക്കാതിരുന്നിട്ടില്ല. എന്നിട്ട് എന്തിനാ ആ റസൂൽമാരെന്താ പറയുന്നത്? അതിന് ഇബുദുള്ള, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, വജിത്തനിബു താവൂത്ത്, താവൂത്തിനെ വെടിയുക. അള്ളാഹ് അല്ലാത്ത ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനൊക്കെ താവൂത്ത് എന്ന് പറയും. ഒരു തൃപ്തിപ്പെട്ടാൽ, ഈസാ അലൈഹിസ്സലാം അള്ളാഹ് അല്ലാതെ ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അദ്ദേഹം തൃപ്തിപ്പെട്ടിട്ടില്ല. അപ്പൊ അള്ളാഹ് അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ താവൂത്ത് എന്ന് പറയും. അതേസമയം അതിനെതിർത്ത് മരിച്ചുപോയ പലരും ഉണ്ടാവും, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ ഉണ്ടാവും, അവരെ പറ്റി താവൂത്ത് എന്ന് പറയില്ല. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെ അല്ലാതെ ആർക്കൊക്കെ ഇബാദത്ത് കൊടുക്കപ്പെടുന്നുണ്ടോ
അതൊക്കെ ഒഴിവാക്കാനും അതുപോലെ അല്ലാഹു മാത്രം ഇബാദത്തെടുക്കാനും ഇത് പറയാൻ വേണ്ടിയിട്ട് എല്ലാ ഉമ്മത്തിലേക്കും സമൂഹത്തിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അമ്പിയാക്കളെ റസൂൽമാരെ അയച്ചിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞത്. ഇനി സൂറത്ത് നഹ്ലിൽ 2-ാമത്തെ ആയത്ത്, നഹ്ലിലെ 2-ാമത്തെ വചനം, യുനസ്സിലുൽ മലായിക, അവൻ മലക്കുകളെ ഇറക്കും, ബിർറൂഹി, റൂഹുമായി. റൂഹ് എന്ന് പറഞ്ഞാൽ അവിടെ വഹയാണ്, ആത്മാവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ യുനസ്സിലുൽ മലായികത ബിർറൂഹി, റൂഹും കൊണ്ട് അല്ലാഹു എന്ത് ചെയ്യും? മലക്കുകളെ ഇറക്കും. അല്ലാഹുവിന്റെ കൽപ്പനയിൽപ്പെട്ട കലാമ യശാ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിച്ച അവന്റെ അടിമകളുടെ മേൽ അല്ലാഹു എന്ത് ചെയ്യും? മലക്കുകളെ ഇറക്കും. അപ്പോ അമ്പിയാക്കൾ ആരാകണം, മുർസലീങ്ങൾ ആരാണെന്നൊക്കെ അല്ലാഹു തീരുമാനിക്കും. അല്ലാഹു തീരുമാനിച്ച വ്യക്തികളിലേക്ക് മലക്കുകളെ പറഞ്ഞേക്കും, റൂഹുമായിട്ട് റബ്ബിന്റെ സന്ദേശം. എന്താണ് അതിലുള്ള? അവരോട് ഇങ്ങനെ കൽപ്പിക്കുക, അൻ അൻസിറൂ, നിങ്ങൾ താക്കീത് ചെയ്യുക, അന്നഹു ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ആരാധ്യനേ ഇല്ല, അതുകൊണ്ട് ഫത്തഖൂൻ, നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് വഹയി നൽകാനാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് സൂറത്തുൻ നഹ്ലിലെ 2-ാമത്തെ ആയത്താണത്. സൂറത്തുൻ നഹ്ലിന് അർത്ഥമുണ്ട്, അല്ല വേറൊരു പേരും കൂടി ഉണ്ട്, സൂറത്തുൻ നിഅം, അനുഗ്രഹങ്ങളുടെ അധ്യായം എന്നാണ്. ഒരാള് മുവഹിദാവുക എന്നത്, അതാണ് അല്ലാഹ് ആ ഒരാൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് ആദ്യത് അനുഗ്രഹങ്ങൾ എണ്ണുമ്പോൾ ആദ്യം എണ്ണിയത് ഈ അനുഗ്രഹം. എന്തിനാണ് മലക്കുകളെ മുർസലീങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്? അവര് താക്കീത് ചെയ്യണം, ഞാനല്ലാതെ ആരാധ്യനേ ഇല്ല, അതുകൊണ്ട് എന്നെ സൂക്ഷിച്ച് ജീവിക്കുക, അതാണ് ബാധ്യത. അപ്പൊ അല്ലാന്റെ നിയമങ്ങളാണ് നോക്കണ്ട, അവന്റെ വിലക്കുകൾ, അത് അവന് വേണ്ടി വിലക്കുകൾ ഒഴിവാക്കുക, അവന് വേണ്ടി നിയമങ്ങൾ പാലിക്കുക. ഇതിനു വേണ്ടിയാണ് മാലോകരിലേക്ക് അള്ളാഹു അവന്റെ സന്ദേശം മനുഷ്യരിലൂടെ തന്നെ അയക്കുന്നത്, മലക്കുകൾ അയച്ചിട്ട്. അങ്ങനെ ഒരാൾ മുവഹിദാണ്, അതാണ് തൗഹീദ് ഉലൂഹിയത്തുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അവനാണ് ശുദ്ധമായ മുവഹിദ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അയാൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അതിനുശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്നുണ്ടോ? ഏത്? ആകാശങ്ങളെ സൃഷ്ടിച്ചതൊക്കെ മനുഷ്യർക്ക് വേണ്ടി, ഭൂമിനെ സൃഷ്ടിച്ചത് അതൊക്കെ അതിൽ സൂറത്ത് നഹ്ലുകൾ എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറയുന്നുണ്ട്, കന്നുകാലികൾ അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട്. വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളൊക്കെ പറയുന്നുണ്ട്,
ആകാശത്ത് നിന്ന് മഴ ഇറക്കി തന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചെടികൾ മുളപ്പിക്കുന്നതും വേറെ ഒരുപാട് കുറെ ഇനം പേരെടുത്ത് പറയുന്നുണ്ട്, പഴങ്ങളും മറ്റൊക്കെ. അതുപോലെ രാത്രി പകൽ അതൊക്കെ വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തെന്ന്. അത് സൂര്യനെ കീഴ്പ്പെടുത്തി തന്നത്, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ. അതുപോലെ സമുദ്രം അത് നമുക്ക് കീഴ്പ്പെടുത്തി തന്നു, അതിൽ നിന്ന് പലതും പുറത്തെടുക്കുന്നതൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികൾ എന്ന നിലക്ക് പർവ്വതങ്ങൾ സ്ഥാപിച്ച കാര്യം, അങ്ങനെ പലതും. എന്നിട്ട് വൈൻ താഴ്ന്നു നിയമത്തല്ലാഹിലാ തുഹ്സുക, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ തീരൂല, കൽപ്പിതപ്പെടുത്താൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം പറഞ്ഞു, ഉലൂഹിയത്തിലെ തൗഹീദിന്റെ വിഷയമാണ്. അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ ആദ്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: മാ അൻഅമ അല്ലാഹു അലാ അബ്ദിൻ, അല്ലാഹു ഒരടിമക്ക് അനുഗ്രഹം ചെയ്ത്, മിനൽ ഇബാദ് നിഅമ അഅ്ളമ മിൻ അൻ അറഫഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരടിമക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്താണത്? അറഫഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആശയം ശരിക്കും ഒരാൾക്ക് കിട്ടി. ഇനി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഷർത്ത് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ആശയം നമുക്ക് ഏകദേശം മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹ് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഈ കാര്യം ലോകത്തുള്ള അമ്പിയാക്കൾ മുഴുവനും ആദ്യമായി പറഞ്ഞത് ഇതാണ്. എല്ലാ അമ്പിയാക്കളും നമുക്ക് എടുത്താൽ കിട്ടും, ഖുർആൻ എടുത്ത്. ഞാൻ വെറുതെ നൂഹ് നബിന്റെ മാത്രം നമുക്ക് അറിയുന്ന വിഷയം. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലക്കും നദീറുൻ മുബീൻ, സൂറത്ത് ഹൂദ് 25-26. നൂഹ് അലൈഹി സ്വലാമിന്റെ തന്റെ ജനതയിലേക്ക് നമ്മൾ അയച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ്. എന്നിട്ട് ആദ്യം പറയണം, അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നമാണ്. ഇനി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, വേദനയേറിയ ശിക്ഷ ഞാൻ നിങ്ങളോട് മുന്നിൽ ഭയപ്പെടുന്നു. അപ്പൊ നൂഹ് അലൈഹി സ്വലാം എന്നിട്ട് ആദ്യം പറയണതാണ്. കാരണം നൂഹ് അലൈഹി സ്വലാമിന്റെ ജനത വ്യതിചലിച്ചതും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവര് നല്ല മനുഷ്യരെ അമിതമായി അവരാദരിച്ച് ബഹുമാനിച്ച അവസാനം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവർക്ക് ഇബാദത്ത് കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് രാപ്പകൽ ഭേദമന്യേ ഈ കാര്യത്തിനെതിരെ അദ്ദേഹം ദഅവത്ത് നടത്തിക്കൊണ്ടേയിരുന്നു. ഇതുപോലെ നൂഹ് അലൈഹി സ്വലാമിൻ്റെത് ഇനി അതേ സൂറത്തിൽ തന്നെ വേറെയും കുറെ നബിമാരത് പറയുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ ഒന്നുകൂടി പറയാം, ഹൂദ് അലൈഹി സ്വലാമിനെ പറ്റി പറയാം. വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദ് നബി അല്ലാഹു പറഞ്ഞയച്ചു. 50-ാമത്തെ ആയത്താണ് ഹൂദിലെ. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരാധ്യനേ ഇല്ല. ഇന്നൻതും ഇല്ലാ തഫ്തറൂൻ, നിങ്ങൾ കളവ് പറയണം. അല്ലാഹ് അല്ലാത്തവരെ ഇബാദത്ത് എടുക്കാൻ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നുണ്ടാവും. എന്നാൽ വാസ്തവം അങ്ങനെയല്ല. ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു മാത്രമാണ്. ഇനി അതിനുശേഷം സ്വാലിഹ് നബിയുടെ ഇബ്രാഹിം നബി, ലൂത്ത് അലൈഹിസ്സലാം, ഷുഐബ് അലൈഹിസ്സലാം, യാഖൂബ് നബി, മൂസ അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, യൂസുഫ്, ഇവരൊക്കെ ആദ്യത്തെ പ്രബോധനം എടുത്തു നോക്കി അതൊക്കെ കാണാൻ കഴിയും നമുക്ക്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹ് ഒരു നബിയെയും അയച്ചിട്ടില്ല ഇത് വഹി നൽകാതെ. എന്താണത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, അള്ളയല്ലാതെ ആരാധ്യതയില്ല, അതുകൊണ്ട് എനിക്ക് ആ അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നർത്ഥം. ഇത് തൗഹീദ് ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട 4-ാമത്തെ കാര്യം. അത് അവ്വൽ മഅ്മൂരിൻ ബിഹി വ അവ്വലു മൻഹിയിൻ അൻഹു. ഇതൊക്കെ പണ്ഡിതന്മാരിങ്ങനെ അവരെ ക്രമമെടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ പരിഭാഷപ്പെടുത്തി തരാണ്. ആദ്യത്തെ കൽപ്പന, ആദ്യത്തെ വിലക്ക്, അത് തൗഹീദ് ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയം. ആദ്യത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സഹാബികൾ വിശദീകരിച്ചു തരാണ്. ആ കൂട്ടത്തിൽ ബനൂ മാലിക്കിൽപ്പെട്ട ഒരാൾ പറഞ്ഞുതരാം. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൂഖി ദിൽ മജാസ്. മജാസ് എന്ന ചന്ത, ഒരു ചന്തന്റെ പേരാണ്. റസൂലിന്റെ മക്കയിലുള്ള ദൗത്യമായിരുന്നു. ചന്തയിൽ മനുഷ്യന്മാരെ കാണും, അവിടെ പോയി ദഅവത്തെടുത്ത്.
യതഖല്ലലു ഇടക്കിടക്ക് ചന്തയിൽ പോകും. യഖൂൽ എന്നിട്ട് പറയുന്ന എന്താ, യാ അയ്യുഹന്നാസ് മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, എന്നാ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. അപ്പൊ റസൂലിന്റെ മക്കയിലെ ദഅവത്തിനെ പറ്റി സഹാബത്ത് പറഞ്ഞുതരാം. 13 കൊല്ലം ഈ ദഅവത്ത് വെച്ചാണ് അവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ഏത് ഈ അടിത്തറ, ഇതില്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ഇതിൽ കുഴപ്പം വന്നാൽ പിന്നെ വേറുള്ള സൽക്കർമ്മങ്ങൾ എത്ര എണ്ണി പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം ഇത് അങ്ങാടികളിലൂടെ നടന്നിട്ട് എൻ്റെ ജനങ്ങൾ ഇപ്പം എന്താ ഇബാദത്ത് അല്ലാത്തവർ കൊടുക്കുകയാണ്. ഇബാദത്തിന്റെ വിശാലമായ ആശയമുണ്ടല്ലോ, പ്രാർത്ഥന, മറ്റുള്ള കാര്യങ്ങൾ, അവരുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കലൊക്കെ എന്താ ആകാശത്തുനിന്ന് അള്ള നിയമം തരും, അതിനനുസരിച്ചാണ് ജീവിക്കേണ്ടി. അതുകൊണ്ട് റബ്ബിന്റെ നിയമം മനുഷ്യരുണ്ടാക്കിയതല്ല, വേറുള്ള ആൾക്കാരുണ്ടാക്കിയതല്ല. ഇന്നൊക്കെ അങ്ങനെയാണ്. നമ്മൾ മുകളിലുള്ള സന്ദേശം അതനുസരിച്ചിട്ടാണ് കൽപ്പനകൾ പാലിക്കലും വിരോധങ്ങൾ ഒഴിവാക്കലും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദമായ അർത്ഥം അങ്ങനെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ വരാൻ പോണ എന്താന്ന് ഓൽക്കും അറിയും, സംഗതി എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് അവര് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത്. അപ്പൊ ശിർക്ക് ചെയ്യരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നാ പറഞ്ഞു. അതുപോലെ മുആദ് ഇബ്നു ജബലിനെ പറഞ്ഞയക്കുമ്പോഴൊക്കെ പലരെയും പല നാട്ടിലേക്കും റസൂല് പറഞ്ഞയച്ചു. ആ കൂട്ടത്തിൽ മുആദ് ഇബ്നു ജബലിനെ പറഞ്ഞയച്ചു. അപ്പോഴും വദാലുഹുൽ മൻഹജ്, ദഅവത്തിന്റെ മൻഹജ് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇന്ന സ്ഥലത്താ പോണേ, അതുകൊണ്ട് ഫൽയകുൻ അവ്വലമാ തദഊഹും ഇലൈഹി, നീ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് എവിടേക്കാണ്, ഇബാദത്തുള്ളയിലേക്കാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിക്കണം. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അള്ളാഹ് അല്ലാതെ വേറെ ആരും ആരാധിക്കപ്പെടരുത്, അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്. അപ്പൊ ഇത് തന്നെയാണ് മുസ്ലിമിന്റെ ആദ്യത്തെ കൽപ്പനയും ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ വിലക്കും. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽപ്പിക്കുക, എന്നിട്ടോ ശിർക്ക് ചെയ്യരുത്. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ പാഠം എന്ന നിലക്ക് മനസ്സിലാക്കാൻ കഴിയുന്നർത്ഥം. ഈ തൗഹീദിനെ പറ്റി അത് അഫ്ളലുൽ അഅ്മാലാണെന്ന് പറഞ്ഞിട്ട് 5ാമത്തെ കാര്യം പറയാം. അഅ്ളമു ദുനൂബി അശ്ശിർക്ക്, അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ തൗഹീദാണ്. ഏറ്റവും വലിയ തെറ്റ് എന്താണ്, ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, സുഇല, അവിടുന്ന് ചോദിക്കപ്പെട്ടു, അയ്യുൽ അമൽ അഫ്ളൽ, അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാ? താല ഈമാനും ബില്ലാഹ്, അള്ളാഹു വിശ്വസിക്കലും റസൂലിന്റെ ദൂതനെ വിശ്വസിക്കലും. ചില സ്വന്തമാത പിന്നെ ഏതാ? പിന്നെ ജിഹാദ് ഫീ സബീൽ, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാം. അപ്പൊ ഈ ദീനിന് വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ കാര്യമായി ഈമാൻ എന്ന് പറഞ്ഞാൽ ശിർക്കില്ലാത്ത ഈമാനാ പറയണേ. പിന്നെ അതിനുശേഷം ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഹജ്ജും മബ്റൂറും, പുണ്യകരമായ ഹജ്ജ് എന്നാണ് പറഞ്ഞു. ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിനോട് ചോദിച്ചു, എന്താ ചോദ്യം, അയ്യു ദംബി അഅ്ളം ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും വലിയ കുറ്റം ഏതാന്ന് വെച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദ, അള്ളാഹു നീ ഒരു സമനെ നിശ്ചയിക്കുക. അള്ളാഹ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് ആ റബ്ബിന് നീ ഒരു പിന്നെന്തായൊരു സമൻ, അവന് തുല്യമായ ഒരാളെയും നീ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പോലുള്ളത് അള്ളാഹ് എന്നർത്ഥമല്ല. അള്ളാഹ് കൊടുക്കേണ്ട സൃഷ്ടികൾ കൊടുത്താൽ തന്നെ അള്ളാഹ്ക്ക് സമമാക്കി എന്നാണ് അർത്ഥം എന്നതിന്റെ വിശദീകരണത്തിലൊക്കെ കാണാൻ കഴിയും. ഇതും ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്കറിയാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൽ നിസാൽ പറഞ്ഞ അതിന്റെ നമ്പറൊക്കെ മുമ്പ് പറഞ്ഞു, അള്ളാഹുവിന് ശിർക്ക് വെക്കുന്നത് പുറത്തു കൊടുക്കില്ല, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ ഏറ്റവും വലിയ തെറ്റ് പിന്നെ ശിർക്കാണ്. ഏറ്റവും നല്ല സൽക്കർമ്മം തൗഹീദാണ്. ഈ പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ 6ാമത്തെ കാര്യം പറയാം, അവ്വലു അംരിൻ അവ്വലു നഹിയും ഫിൽ ഖുർആൻ. ഖുർആൻ മറിച്ച് നോക്കിയാൽ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന തൗഹീദാണ്. ഖുർആനിലെ ആദ്യത്തെ വിലക്ക് ശിർക്ക് ചെയ്യരുതെന്നാണ്. ഇത് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണും. അതിൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഏബുദു റബ്ബക്കും, ആദ്യത്തെ കൽപ്പനയാണ്.
കൽപ്പന എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ചെയ്യണം എന്നുള്ള കൽപ്പനയുള്ളൂ. മറ്റേ ചെയ്യരുത് എന്ന് പറഞ്ഞു വിലക്ക്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കി ആദ്യ കൽപ്പന ഏതാണ്? അത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ്, അല്ലെ തൗഹീദുൽ ഇബാദത്താണ്. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കി ആദ്യത്തെ വിലക്കോ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ആയത്ത് ഇങ്ങനെയാണ് 21-22 സൂറത്തുൽ ബഖറ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, എഅ്ബുദു റബ്ബക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് എടുക്കണം. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവ സൃഷ്ടിച്ച, ലഅല്ലക്കും തഖ്വക്കും, നിങ്ങൾ തഖ്വയുള്ളവരാവും. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് അവൻ ഒരു വിരിപ്പാക്കി തന്നു. അപ്പൊ എല്ലാ കാര്യവും ചെയ്യുന്ന അള്ളാഹുവാണ്. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റബ്ബിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് കൊടുക്കാൻ പാടുള്ളൂ. വസ്തമാ ബിന, ആകാശത്തെ അടുപ്പാക്കി തന്നു. വൻതര മിനസ്സമായി മാൻ, ആകാശത്ത് നിങ്ങൾക്ക് അവന് വെള്ളം നിറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, എന്നിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ അവൻ പുറത്തു കൊണ്ടുവന്നു, നിങ്ങൾക്ക് റിസ്ക്കായിട്ട്. ഇങ്ങനെയൊക്കെ റബ്ബ ചെയ്തിരുന്നത് അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് എടുക്കാം. പിന്നെ ഫലാ തജഅലുലില്ല അന്താദ, അത് ആദ്യത്തെ വിലക്ക്. അള്ളാഹ്ക്ക് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത്. വാനത്തും തരും അറിഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും മനസ്സിന്റെ പ്രകൃതത്തിൽ ഊട്ടിയ വിഷയമാണ് ഇത്. റുബൂബിയത്തിന്റെ തൗഹീദാണ്. അതാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ റബ്ബിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാൻ പാടുള്ളൂ. അവന് പിന്നെ നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത് എന്നർത്ഥം. ഇനി 7ാമത്തെ പോയിന്റ്, ബദു ദഅവത്തിഹി ബിത്തൗഹീദ് വ ഖത്മിഹാ ബിത്തൗഹീദ്. റസൂലിന്റെ ദഅവത്തിന്റെ തുടക്കവും തൗഹീദ്, റസൂൽ ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒടുക്കത്തെ ദഅവത്തും തൗഹീദ് എന്നാ പറയുന്നത്. അപ്പൊ തുടക്കം നമ്മൾ പറഞ്ഞു, അങ്ങാടിയിലൊക്കെ പോയി, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. 13 വർഷം ഇതിലേക്ക് അവിടുന്ന് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി അവസാനത്തതോ, അപ്പൊ തുടക്കം തൗഹീദ്. ഇനി അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്ന കാര്യം. ജുന്ദുബ് ബിൻ അബ്ദില്ല അൽ ബജലി എന്ന സഹാബി പറയുന്നു, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖബല യമൂത ബി ഖംസ്, ലോകത്തോട് വിട പറയുന്ന 5 ദിവസം മുമ്പ്. വഹുവ യഖൂൽ, അവിടുന്ന് പറയാൻ ആദ്യം തുടക്കത്തിൽ ആദ്യൊരു കാര്യം പറഞ്ഞു. അതിങ്ങനെയാണ്, ഇന്നി അബ്റഉ ഇലല്ലാഹ് അൻ യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഖലീൽ ഉണ്ടാവുന്നത്, അതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഫഇന്നല്ലാഹ തആല ഖദ് ഇത്തഖദനി ഖലീല, അല്ലാഹ് എന്നെ ഖലീലാക്കി സ്വീകരിച്ചിട്ടുണ്ട്. കമത്തഖദ ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനുള്ള ഖലീലാക്കിയതുപോലെ. അപ്പൊ ലോകത്ത് 2 ഖലീലുമാരുണ്ട് എന്നർത്ഥം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരാണ് അമ്പിയാക്കൾ, അതിനേക്കാൾ ശ്രേഷ്ഠരാണ് മുർസലീങ്ങൾ, അത് 300 പേരാണ്. അതിലും പിന്നെ ഒന്നുകൂടി പ്രാധാന്യമുള്ളതാണ് ഉലുൽ അസ്മിൽപ്പെട്ടവർ. ആ ഉലുൽ അസ്മിൽപ്പെട്ടവർ 5 ആളാണെന്നാണ് പറയാൻ. അതിൽ 2 ആൾക്കാരാണ് ഖലീലുമാർ, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ അഷ്റഫുൽ ഖൽഖ് എന്ന നിലക്ക് നമ്മൾ പറയുന്ന അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലാണ്, അള്ളാഹിന്റെ ഖലീൽ. വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീല, എന്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ എനിക്കൊരു ഖലീൽ നിശ്ചയിക്കുകയാണെങ്കിൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ അൽ ഖുല്ലത്തു എന്ന് പറഞ്ഞാൽ അഅ്ലാ മറാത്തിബുൽ മഹബ്ബ എന്ന് പറയും, സ്നേഹത്തിന്റെ അതിന്റെ ഏറ്റവും മുകളിലുള്ള ആ സ്ഥാനം, അതാണ് ഖുല്ലത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഉമ്മത്തിൽ നിന്ന് എനിക്കൊരു ഖലീലിനെ നിശ്ചയിക്കുകയാണെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല, അബൂബക്കർ സിദ്ദീഖിനെ ഖലീലാക്കി ഞാൻ സ്വീകരിക്കുമായിരുന്നു. അലാ വ ഇന്നമൻ കാന ഖബലക്കും, പിന്നെ പറയാം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, അലാ അറിയുക, അതെന്താ തൻബീഹിന് വേണ്ടിയാണ്, ഈ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവർ പഠിച്ചുപോയൊരു വിഷയം, കാനു യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിഹിം മസാജിദ, അവരെന്ത് ചെയ്തിരുന്നു, അവർ അമ്പിയാക്കൾ മരിച്ചു പോയാൽ, അതുപോലെ സ്വാലിഹീങ്ങളായ ജനങ്ങൾ, സജ്ജനങ്ങൾ മരിച്ചു പോയാൽ അവരെന്ത് ചെയ്യും, അവരുടെ ഖബറുകൾ പള്ളികളാക്കി മാറ്റും. വീണ്ടും അല അറിയുക, മുമ്പുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തിട്ട് വ്യതിചലിച്ചു പോയി, നരകത്തിന്റെ അവകാശികളായി മാറി. അതുകൊണ്ട് അല അറിയണം, അന്നത്തെ വിപത്ത് വരാൻ പാടില്ല. ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ നിങ്ങൾ പള്ളികൾ ആക്കാൻ പാടില്ല. പിന്നെ അതിന് പുറമെ ഇന്നി അൻഹാക്കും എന്നതായിരിക്കും, ഞാനിതാ നിങ്ങൾക്കത് വിലക്കുകയാണ്. വിലക്കുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. അത് മരിക്കുന്നതിന്റെ മുമ്പ് 5 ദിവസം മുമ്പ്
അവിടുന്ന് പറഞ്ഞ വിഷയം. ഇനി വഫി ആഖിരിൽ അഹ്വാത്തി, ഇനി ഒടുക്കം അവസാന ദിവസത്ത് പറയും. അവസാനം ഇവിടുന്ന് ഇവിടെ പറയുന്ന ഒടുക്കം അത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്, ബുഖാരിയിൽ മുസ്ലിമിലുണ്ട്. അൻ ആയിഷ ഇബ്നു അബ്ബാസ് ഖാല, ആയിഷ ബിയും ഇബ്നു അബ്ബാസും രണ്ടാളും പറയും, ലമ്മാ നസല ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന് തന്റെ മരണം വന്നപ്പോൾ എന്ന ഒടുക്കത്ത് പറയും. ആ നേരം റസൂല് സക്രാത്തിന്റെ നേരത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വിരി അല്ല ഇത്ര ഹമീസാലു അല വജി, മുഖത്ത് ഒരു തുണി കഷ്ണങ്ങളിടും. അതിടക്ക് പുറത്തേക്ക് വരുമ്പോൾ റസൂൽ ഇങ്ങനെ പറയും, എന്താ പറയാ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, അള്ളാഹുവിന്റെ ശാപം യഹൂദികൾക്കും നസാറാക്കൾക്കും ഉണ്ടാകട്ടെ, അല്ലെ അവരുടെ ശാപം ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ അവരെന്ത് ചെയ്തു, പള്ളികളാക്കി മാറ്റി. ഇടത് പറഞ്ഞിട്ട് ആ റിപ്പോർട്ടർ പറയാണ്, യുഹസിറു മാസനാവും, ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്ന് അവിടുന്ന് താക്കീത് ചെയ്യുകയാണ് ഈ ഉമ്മത്തിനെ. അപ്പൊ ശിർക്കിനെതിരെ തൗഹീദിന് വേണ്ടിയാണ് മരിക്കുമ്പോഴും അവിടുന്ന്. അപ്പൊ ദഅവത്തിന്റെ തുടക്കവും ദഅവത്തിന്റെ ഒടുക്കവും ഇത്രക്കുള്ള ക്രമങ്ങളൊക്കെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ അദ്ദേഹത്തിന്റെ തൗഹീദുൽ ഇബാദ എന്ന പുസ്തകത്തിലുള്ള ക്രമമാണ് പറഞ്ഞു. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ മകനും ഷെയ്ഖ് അബ്ദുൾ റസാഖ്, അവരൊക്കെ മഹാപണ്ഡിതന്മാരാണ്. അദ്ദേഹം ഒക്കെ ഈ ക്രമം അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒമൻ ഫളാഇലി തൗഹീദ്, കലിമത്ത് തൗഹീദ്, ഈ തൗഹീദിന്റെ കലിമത്ത് അതിന്റെ മഹത്വം പറയണം. ഇന്നല്ലാഹു വസഫഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തൗഹീദിനെ, തൗഹീദുൽ ഉലൂഹിയത്തിനെ നമുക്ക് വർണ്ണിച്ചു തന്നത് എങ്ങനെയാ, അൽ കലിമത്തു ത്വയ്യിബാണ്. അൽ കലിമത്തു ത്വയ്യിബ, അള്ളാഹു പറയണം തൗഹീദിനെ പറ്റി, അത് അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാചകം, നല്ല വാക്ക്. അത് സൂറത്ത് ഇബ്രാഹിം 24-ാമത്തെ ആയത്തിലാണ്. അലം തറ, നീ കാണുന്നില്ലേ, കൈഫ ദറബല്ലാഹു മസല, എങ്ങനെയാണ് അള്ളാഹു ഉദാഹരണം പറയുന്നത്, കലിമത്തുൻ തയ്യിബ, നല്ല കലിമത്തിന്, നല്ല ആദർശം, നല്ല വാചകം. അതൊക്കെ സജറത്തിൻ തയ്യിബ, നല്ല ഒരു മരം പോലെ. അസ്ലുഹ സാബിത്ത്, അതിന്റെ അസിൽ, അതിന്റെ അടി വളരെ സാബിത്താണ്, ഉറച്ചു നിൽക്കുക. അതിന്റെ വേരുകളൊക്കെ അടിയിൽ പോയി അത് എത്ര വലിയ കാറ്റടിച്ചാലും പ്രശ്നങ്ങൾ വന്നാലും അതിങ്ങനെ പിന്നെ വീഴുകയില്ല. അപ്പോൾ ഫറൂഹ ഫിസ്സമാ, അതിന്റെ ശാഖകളൊക്കെ ആകാശത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കാൻ. തൂത്തി ഉക്കലഹ കുല്ലഹീനും ഇതിന് റബ്ബിഹ, അതിന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടി അതിന്റെ ഫലം അത് എപ്പോഴും ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അംസാലിന്നാസ്, അള്ളാഹു ഉദാഹരണങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കുന്നവരായേക്കാം. അപ്പൊ ഇവിടെ കലിമത്ത് തൗഹീദാണ് ഇവിടെ ഉദ്ദേശം, തൗഹീദിന്റെ കലിമത്ത്. അതിന് അൽ കലിമത്തു ത്വയ്യിബ, അതിന് പരിശുദ്ധ ഖുർആൻ അതിന് പേര് കൊടുത്തിട്ടുണ്ട്, നല്ല വാക്ക്, നല്ല ആദർശം, നല്ല വാചകം. ഇനി ഇതിന് വേറെ സ്ഥലത്ത് തൗഹീദിന്, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ആൾക്ക്, അതുള്ള ആൾക്ക് എന്താണ്, അപ്പൊ തൗഹീദ് ഉലൂഹിയത്തിന്, തൗഹീദുൽ ഇബാദത്തിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ പേര് പറയാം. അൽ ഖൗലു സാബിത്ത് എന്നാ പറയുന്നത്, ഉറച്ച വാക്ക്. അൽ ഖൗലു സാബിത്ത് ഫീ ഖൗലിഹി തആല യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. സത്യവിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, ഈമാനുള്ളവരെ. എങ്ങനെ, ബിൽ ഖൗലി സാബിത്ത്, സാബിത്തായ ഖൗലുകൊണ്ട് തന്നെ ഈമാനുള്ളവർ ഉറച്ചു നിൽക്കുന്നവരാണ്, അല്ലാഹു ഉറപ്പിച്ചു നിർത്തുവരെ. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവർ റബ്ബിന് വേണ്ടി ജീവിക്കണം, അതുകൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. അല്ലാത്തവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യാം. വഫിൽ ആഖിറ, ആഖിറത്തിലും, ആഖിറത്ത് എന്നാണ് ഇവിടെയുള്ള ഉദ്ദേശം. കാര്യങ്ങൾ ഇവിടെ പിന്നെ പരലോകമല്ല, സാധാരണ ആഖിറത്ത് പറഞ്ഞാൽ പരലോകമാണ്. പക്ഷെ ഇവിടുത്തെ ആഖിറത്ത് പരലോകമല്ല, പിന്നെയോ അത് ബർസഖിയ ലോകമാണ്, അത് വേറെ. അതിന്റെ വിശദീകരണം നോക്കിയാൽ കിട്ടും. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്, പിന്നെ ഉള്ളിലുള്ള അള്ള വഴികേടിലാക്കും അലീമീൻ, അക്രമികളെ. അപ്പൊ അത് ഉറപ്പിച്ചു നിർത്തും വിശ്വാസികളെ. അപ്പൊ അള്ള ഇങ്ങനെ ഓരോ തോന്നുന്നവരാക്കിയല്ല, വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തും. അത് തയ്യാറില്ലാത്ത അക്രമികളെ വഴികേടിലാക്കും എന്നാ പറയുന്നത്. അപ്പൊ എഫലുള്ള മായഷ, അള്ള ഉദ്ദേശിക്കുന്നതൊക്കെ അവൻ ചെയ്യും. സൂറത്ത് ഇബ്രാഹിം 27-ാമത്തെ ആയത്താണത്. അപ്പൊ റബ്ബ് ഉറപ്പിച്ചു നിർത്തും കലിമത്ത് തൗഹീദുള്ള ആള്, പിന്നെ ഉലൂഹിയത്തിന്റെ തൗഹീദ്, ഇബാദത്തിന്റെ തൗഹീദ് ജീവിതത്തിലുള്ള ആളുണ്ടല്ലോ, അവര് ഏത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും തക്കെന്ന് അവർ തെറ്റൂല. ഇനി എന്തെങ്കിലും പ്രതിസന്ധി കൂടി അത് താങ്ങാൻ കഴിയാത്ത പ്രശ്നം വന്നാണ്, ചില നേരത്തെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ദുർബലമായ നിമിഷത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആർക്കും തെറ്റി മാറും, തെറ്റും എന്നൊക്കെ പറയുമല്ലോ.
എന്നാലും സത്യവിശ്വാസികളല്ല അങ്ങനത്തെ ഏത് പ്രതിസന്ധി നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾ ഒരു തെറ്റ് ചെയ്യാൻ ആ തെറ്റവും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ ഇതിന് മാറ്റി നിർത്തും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനൊരു തെളിവ് എന്ന നിലക്ക് സൂറത്ത് ആലി ഇമ്രാനിൽ 122 ആയത്ത് കാണാൻ പറ്റും. എന്താണത്? ഇത് ഹമ്മത്വായിഫത്തായ മിൻകും അൻ തുഫ്സല, നിങ്ങളിൽ നിന്ന് 2 ഗോത്രം 2 വിഭാഗം പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി വിചാരിച്ച സന്ദർഭം ഓർക്കുക. അള്ളാഹു വലിയുഹുമ, അള്ളാഹു ആണ് ആ 2 ഗോത്രത്തിന്റെയും രക്ഷാധികാരി. വയലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. അവർക്കൊരു ഉപദേശം കൂടി കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് ഈ സംഭവം എന്നറിയുങ്ങൾ? ഇത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഉഹദ് യുദ്ധത്തിൽ പിന്നെ 1000ഓളം ആൾക്കാർ പോവാണ്. ആ സമയത്താണ് മുനാഫിക്കിന്റെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അടി കൂടെ നടന്നിങ്ങനെ വസ്വാസം ഉണ്ടാക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ പിന്തിരിപ്പിക്കുക. അങ്ങനെ ചില ആൾക്കാർ അതിന് ചെവി കൊടുത്തു. 300 ആൾക്കാർ പിന്തിരിഞ്ഞു. ശത്രുക്കൾ കണ്ടമാൻ ആൾക്കാരുണ്ട്. അവരെ നേരിടാൻ 1000 തന്നെ പോരാ. അതിനും പുറമെയാണ് എന്ത് സംഭവിച്ചത്? ഇയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് 300-ൽ പരം ആൾക്കാരെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോയി. ഈ നേരം ശത്രുക്കളുടെ ബാഹുല്യം, അവരുടെ ആയുധത്തിന്റെ വലിപ്പം, മുസ്ലിങ്ങൾ വളരെ കുറവുള്ളവർ തന്നെ കുറെ പോയി. ഇത് കണ്ടപ്പോൾ ചില മുസ്ലിങ്ങൾ ആകെ ഹെറാനിത്തിലായി മാറും. അതാണ് ഈ 2 ഗോത്രം എന്ന് പറയുന്നത്. 2 വിഭാഗം നമ്മളും പോയാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി നടത്തും. ഏത് യുദ്ധത്തിൽ പങ്കെടുക്കാതെ പതുക്കെ കൈച്ചിലായാലോ എന്ന് പതുക്കെ മന്ത്രിക്കാൻ തുടങ്ങി. മുനാഫിക്കുകളൊന്നല്ലവര്. അതുകൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണം ഇമാം ബുഖാരി പറയാം. ഖാല അംർ സമീഅ്തു ജാബിറൻ യഖൂൽ, ജാബിർ ഇബ്നു അബ്ദുള്ള പറയുന്നത് ഞാൻ കേട്ടു. ഫീ ഇദാ നസലത് ഇത് ഹമ്മത്ത് ത്വായിഫത്താനി മിൻകും, നിങ്ങളിൽ നിന്ന് 2 ഗോത്രം യുദ്ധത്തിൽ പങ്കെടുക്കാതെ യുദ്ധക്കടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലോ എന്ന് ചിന്തിച്ച സന്ദർഭം ഓർക്കുക എന്ന് പറഞ്ഞല്ലോ. ആ 2 ഗോത്രം ഞങ്ങളാണെന്ന് പറയുന്നു. തുറന്നു പറയണം, നഹ്നു ത്വായിഫത്താനി, അത് ബനു ഹാരിസയും ബനു സലമയാണ്. സഹീഹ് ബുഖാരിയില ഞങ്ങളായിരുന്നു. ഞാൻ തുറന്നു പറയാൻ ഒരു കുറവുമില്ല. കാരണം വമാ പിന്നെ നുഹിബ്ബു അന്നഹ ലൻ തൻസിൽ, ഞങ്ങൾക്കെതിരെ ആ ആയത്ത് ഇറങ്ങാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇറങ്ങി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം ലിഖൗലി, അള്ളാഹ് പറഞ്ഞെന്താ? വല്ലാഹു വലിയുഹുമാ, ആ 2 ഗോത്രത്തിന്റെ രക്ഷാധികാരി അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ രക്ഷാധികാരി അള്ളാഹു എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്കെതിരെ വന്ന ഈ ആയത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഭയങ്കര സന്തോഷമുള്ള വിഷയം. അപ്പൊ എന്താണ്? യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞ വലിയ പാപമാണ്. 7 മഹാപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. അപ്പൊ ഇവര് മോമിനീങ്ങളാണ്. ഇവരിപ്പോ പ്രതിസന്ധി താങ്ങാൻ കഴിയാതെ കുടുങ്ങിയപ്പം അവരിങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യേണ്ടവരല്ല. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യുക? അവരെ ഉറപ്പിച്ചു നിർത്തി. പിന്നെ ഒരു ഉപദേശവും വയലല്ല, ഇതിപ്പോ തീരുമാനം എടുത്ത് ചർച്ച ചെയ്ത് യുദ്ധത്തിന് വേണ്ടി വന്നതാണല്ലോ. ഫൈദ അസംതു ഫതവക്കൽ അലല്ലാഹ്, തീരുമാനിച്ച പിന്നെ അള്ളാഹു തവക്കൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി. അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫൽയതവക്കലിൽ മുഅ്മിൻ, അള്ളാഹുവിന്റെ മേൽ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്നൊരു ഉപദേശമൊക്കെ അതിലടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി, ദുനിയാവിലും ഇങ്ങനെയുള്ള ആൾക്കാരെ അള്ളാഹ് ഈ മുഅ്മിനീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരെ ഉറപ്പിച്ചു നിർത്തും. പിന്നെ വഫിൽ ആഖിറ പറഞ്ഞാലോ, ബർസഖിയ ലോകത്ത്, പരലോകത്ത് ഉറപ്പിച്ചു നിർത്തേണ്ട കാര്യമില്ലല്ലോ. പരലോകത്ത് പിന്നെ അതിനുള്ള കൂലി പ്രതിഫലം കിട്ടുന്നതാണ്. ബർസഖിയ ലോകം അവിടെ ഉറപ്പിച്ചു നിർത്തൽ എവിടെയാണെന്നറിയോ? അത് മരിച്ചതിന് ശേഷം നമ്മൾ മറവ് ചെയ്യപ്പെടും. ആ നേരം 2 മലക്കുകൾ വരും, എഴുന്നേൽപ്പിച്ചിരുത്തും. ഇതൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നേരം 3 ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാൻ അള്ളാഹ് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രധാനമാണ്. അത് ശരിക്കും ഉത്തരം കിട്ടിയില്ലെങ്കിൽ കുടുങ്ങും. ഉത്തരം പറയാത്തവർ ചോദ്യതാണ് മർ റബ്ബുക, അതുപോലെ വമാ ദീനുക, വമൻ നബിയുക, നിന്റെ റബ്ബാരാ, നിന്റെ ദീൻ ഏതാണ്, നിന്റെ റസൂൽ ആരാന്നൊക്കെ ചോദ്യം. പക്ഷെ അതിന് ഉത്തരം അങ്ങനെയൊന്നും പെട്ടെന്ന് പറയാൻ കഴിയും. നല്ല ഈമാൻ വേണമെന്ന് പറയണം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിക്കുന്നവര്, റബ്ബിന് ഇബാദത്ത് എടുക്കുന്നവർ, അവന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവന് വേണ്ടി പിന്നെ തിന്മകൾ ഒഴിവാക്കുന്നവർ, അവർക്കിതിന് ഉത്തരം പറയാൻ കഴിയും. അതാണ് പറയുന്നത്. അള്ളാഹ് അതിന് തൗഫീഖ് ചെയ്തു കൊടുക്കും. അങ്ങനെ ഉത്തരം പറഞ്ഞാലോ അള്ളാഹ് പറയും, എന്റെ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം തുറന്നു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കണ്ടല്ലോ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അങ്ങനെ ഒരു വാചകം ഹദീസ് വന്നിട്ടില്ലെങ്കിലും ഫസ്അലൂ ലഹു തസ്ബീത്ത്, ഉറപ്പിച്ചു നിർത്താൻ, ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള അവസരത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തൗഹീദിന്റെ ആളാണെങ്കിൽ അവന് അള്ളാഹ് തന്നെ അതിന് സംവിധാനം ഉണ്ടായി കൊടുക്കും, ഉത്തരം കൊടുക്കുവാനും. അതാണ്
അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ ചോദ്യം മുൻകൂട്ടി കിട്ടി, ഇനി നമ്മളെ പണി എന്തായാലും ഉത്തരം ഉണ്ടാക്കലാണ്. സാധാരണ പരീക്ഷയിൽ ചോദ്യം കിട്ടില്ല, സിലബസ് പുറത്തുനിന്നൊക്കെ വരലുണ്ട് സാധാരണ. അപ്പോൾ അതല്ല, ഇന്നലെ ബുക്കൊക്കെ വായിക്കണം എന്ന് മുൻകൂട്ടി കിട്ടിയാൽ തന്നെ വലിയ പ്രശ്നമാണ്. ഒരുപാട് വിശദമായ ബുക്കുകളുണ്ടെങ്കിൽ ഇത് അധികമൊന്നുമില്ല, ആകെ 3 ചോദ്യമുള്ളൂ. എന്താ ചോദ്യം? നിന്റെ റബ്ബ് ആരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ റസൂലാരാണ്. മുൻകൂട്ടി ചോദ്യം പോലും അന്ത്യദൂതൻ നമുക്ക് പറഞ്ഞുതരാണ്. മുൻകൂട്ടി ചോദ്യം പറഞ്ഞു. ഇനി ഉത്തരം കിട്ടണമെങ്കിൽ റബ്ബിനെ അറിയണം. എങ്ങനെ റബ്ബിനെ അറിയാം? നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ ലോകത്തെപ്പറ്റി ചിന്തിച്ചിട്ട്. പിന്നെയോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റബ്ബ് പറഞ്ഞത് അതാ മഅരിഫത്തൻ തസ്തസിമു തഅത്തല്ലാഹ്. അതിന് ശൈഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു. എങ്ങനെയുള്ള അറിവ് അറിയണം? ആ അറിവുണ്ടായ പിന്നെ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് ജീവിക്കും. അങ്ങനെയുള്ളൊരു അറിവാണ് റബ്ബിനെ പറ്റി നമ്മൾ അറിയേണ്ടത്. അതിനാണ് റബ്ബിനെ പറ്റി പറഞ്ഞത്. ഖുർആനിലും ഹദീസിലൊക്കെ വന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി 10ാമത്തെ കാര്യം എന്താണെന്നറിയോ? അൽ അഹദു ഫീ ഖൗലിഹി ലാ യംലികൂന ശഫാഅ. എന്താണത്? പിന്നെ പരിശുദ്ധ ഖുർആനിൽ അഹദ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം 87ാമത്തെ ആയത്തില് എന്താണത്? ലാ യംലികൂന ശഫാഅ, അവര് ശഫാഅത്ത് ഉടമയാക്കുന്നില്ല. ഇല്ലാമൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹദ, അള്ളാന്റെ അടുത്തുനിന്ന് റഹ്മാന്റെ അടുത്തുനിന്ന് ഒരു അഹദ് സ്വീകരിച്ചവൻ ഒഴികെ. അഹദ് എന്ന് പറഞ്ഞാൽ കരാർ എന്നാണ് പറയുക സാധാരണ. എന്താണ് ഈ കരാർ എന്നറിയോ? ഇമാം ഇബ്നു അബ്ബാസിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് വന്ന്, അല്ലാഹദു, അഹദ് എന്ന് പറഞ്ഞാൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാധ്യനേ ഇല്ല എന്ന ഷഹാദത്ത് കലിമയാണത് എന്നർത്ഥം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്ക് നാളെ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. ആരൊക്കെ ശുപാർശ ചെയ്യാം? അമ്പിയാക്കൾ ചെയ്യും, മലക്കുകൾ ചെയ്യും, സത്യവിശ്വാസികൾ ചെയ്യും. അപ്പൊ നമുക്കും നമ്മൾ വഴി ഒരുത്തരം നരകത്തിൽ നിന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ വലിയ വിഷയമാണല്ലോ. പക്ഷെ അതിനുള്ള അർഹത നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളായിരിക്കണം എന്നർത്ഥം. അപ്പൊ റബ്ബിന്റെ അടുത്ത് കരാർ വാങ്ങിയവനെ അന്ന് ുള്ളൂ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വീണ്ടും ആയത്തുകളുണ്ട്. ഇനി കുറച്ച് ഹദീസുകൾ സൂചിപ്പിക്കുകയാണ്. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അഫ്ളലുൽ അഅ്മാൽ നമ്മൾ പറഞ്ഞു. പിന്നെ ഒന്നും കൂടി വിശദീകരണം വരികയാണ്. തഅദുൽ ഇത്ഖാർ റിഖാബ്, പിന്നെ അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ആശയം അതനുസരിച്ചുള്ള ജീവിതം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശാലമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. നമ്മളത് ആ നിലക്ക് ആശയം മനസ്സിലാക്കി നമ്മൾ ഉരുവിടുമ്പോൾ അതിന് വലിയ പ്രത്യേകതയാണ്. പിന്നെ സംരക്ഷണം കിട്ടും. ബുഖാരി മുസ്ലിമിലെ ഹദീസ് ഇങ്ങനെയാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹ് അല്ലാതെ ആരാധ്യമേ ഇല്ല, വഹ്ദഹു അവനെ, ലാ ശരീക ലഹു പങ്കുകാരേ ഇല്ല, ലഹുൽ മുൽക്ക് അവനാണ് മുൽക്ക് ആധിപത്യം, വലഉൽ ഹംദ് അവനാണ് സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് വിശദമായി പറയാണ് റബ്ബിന്റെ നാമങ്ങളും വിശേഷണങ്ങളൊക്കെ. ഇതൊരാൾ ഫീ യൗമിൻ മിഖ്തമറ 100 വട്ടം പറഞ്ഞാൽ കാനത്തിലോ ഇതിലെ അശ്രീഖാബ് 10 അടിമകളെ മോചിപ്പിച്ച കൂലിയ കിട്ടുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയലും അതനുസരിച്ച് ഉരുവിടലൊക്കെ ഉണ്ടല്ലോ. 10 അടിമകളെ മോചിപ്പിച്ച കൂലി എന്ന് പറഞ്ഞു. പിന്നെയും കഴിച്ചില്ല. കുത്തിബഹു ഹസന 100 നന്മ അവന്റെ പേരിൽ എഴുതി വെക്കും. പിന്നെയോ മുഹിയാനു ചെയ്യ 100 തിന്മ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. പിന്നെ വലം യഅതി അഹദ് ബി അഫ്ളല മിമ്മ ജാഅ ബിഹി ഇല്ലാ അഹദ് അമില അക്സറ മിൻ ദാലിക്, അത്ര നന്മയുമായി വന്ന ഒരാളും അന്നില്ല അങ്ങനെ ചെയ്തവനൊഴികെ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെയ്തവൻ ഒഴികെ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ അന്ന് രാവിലെ ശല്യം വൈകുന്നേരം വരെ അവന് പിശാചിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ കാര്യമാണ്. പിശാചാണ് നമ്മളെ കാര്യമായിട്ട് തൗഹീദിൽ തെറ്റിക്കാനും വേറെ തിന്മ ചെയ്യാനൊക്കെ നിരന്തരം നിർബന്ധം നടത്തണം. അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടണം. അപ്പൊ ഇത് നമ്മൾ 100 വട്ടം രാവിലെ, കാരണം ഇത് കലിമത്ത് തൗഹീദാണ്. അതൊന്നും കൂടി ഒന്ന് വിശദമായി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പുറമെ വഹ്ദഹു ലാ ശരീക ഒക്കെ അതിന് കട്ടിക്കൂട്ടിയാണ്. പിന്നെ ലഹുൽ മുൽക്ക് വലഉൽ ഹംദു ആ റുബൂബിയത്തൊക്കെ അംഗീകരിച്ചു കൊടുക്കണം. എല്ലാം കൂടി ജമ്മു ചെയ്തിട്ടാണ് തൗഹീദ് റുബൂബിയത്തും ഉലൂഹിയത്തും തൗഹീദുൽ അസ്മാ വ സിഫാത്തും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇത് ഇത്ര പ്രാവശ്യം പറഞ്ഞ അതിനുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ റിപ്പോർട്ടിലെ ബുഖാരി മുസ്ലിമിലുള്ള ഇങ്ങനെയാണ്. അബൂ അയ്യൂബുൽ അൻസാരി പറഞ്ഞതാണ്, ഞാൻ കാല അത് 100 വട്ടം പറഞ്ഞു. ഇനിയുള്ള രാവിലെ
100 വൈകുന്നേരം 100 ചെല്ലേണ്ട പ്രധാനപ്പെട്ടത്. ഞാൻ അതൊന്നല്ല, അല്ലാതെ നമുക്ക് ചെല്ലാം, എപ്പോഴും ചെല്ലാം. ഇനി ഒരാൾ 10 വട്ടം ചെല്ലണം നിനക്ക് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കാന കമൻ ആതക അർബഅത അൻഫുസിൻ മിൻ വലദി ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ നിന്ന് 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ കൂലി കിട്ടും. അപ്പൊ ഇസ്മായിൽ കുടുംബം എന്ന വില പിടിച്ച കുടുംബമാണ്. ലോകത്തിലെ ഏറ്റവും അഫ്ളലു നസബിൻ അലാ വജ്ഹിൽ അർളി ഇത്ലാഖൻ എന്ന ഇമാം ഇബ്നു ഖയ്യിം അതിനെ പറ്റി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഷറഫുള്ള തറവാട് ഇസ്മായിൽ കുടുംബം. അത് ഇബ്രാഹിം നബിയിലേക്കാണ് എത്തുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള അടിമകൾ ചിലപ്പോൾ അതിൽ നിന്നും ചിലപ്പോൾ അടിമകളാക്കപ്പെട്ടു മറ്റൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും ഇതിന്റെ വില പറയണം. അപ്പൊ നല്ല വില കൊടുക്കണം, അടിമനെ മോചിപ്പിക്കണം എന്ന ആൾക്കാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ശരി, നിസ്സാരമായ കാര്യം നമുക്ക് തോന്നും. 10 അടിമനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞു, ഇവിടെ 4 അടിമയെ മോചിപ്പിക്കുക എന്നാണ് അതിന്റെ കൂലി കിട്ടും. ഇത് 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിൽ വന്ന അടുത്ത കാര്യം, അടുത്ത പോയിന്റ് 12ാമത്തത്, അഫ്ളലു മാ ഖാലഹു നബിയ്യുൻ. ലോകത്തുള്ള നബിമാർ ഒരുപാട് വാക്കുകൾ ലോകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞതിൽ ഏറ്റവും നല്ല വാക്ക് എന്നാ പറഞ്ഞു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന അശിയത അറഫന്തെന്ന് വൈകുന്നേരം ഞാനും അതുപോലെ എന്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആണെന്ന്. നബിമാർ തന്നെ നല്ലതേ ഒരു പറയുള്ളൂ, മോശപ്പെട്ടൊന്നും പറയില്ല. ആ പറഞ്ഞതിൽ ഏറ്റവും നല്ലത് ഈ പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. വഫീ ലഫ്സിൻ ഖൈർ ദുആ യൗമി അറഫ. മറ്റൊരു ലഫ്സിലുണ്ട് ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതുഹു. ഞാൻ പറഞ്ഞതിൽ അനവ നബിയുന മിൻ ഖബ്ലി. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന അതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഇതിന്റെ 2 പ്രത്യേകം കൂടി ഇന്ന് പറയും. 13ാമത്തെ, അന്നഹ തുറജ്ജു ബിസഹായിഫി ദുനൂബ്. മനുഷ്യന്മാർ തിന്മകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ശിർക്ക് ചെയ്തിട്ടല്ല മരിച്ചു പോയതെങ്കിൽ എന്താവും അതിന്റെ ഖനം, അതിനെപ്പറ്റി പറയണം. ഇമാം അഹ്മദ്, ഇമാം നസായി, ഇമാം തിർമിദി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളതാണ്. എന്താ അതിലുള്ളത്? ഹദീസുൽ ബിത്താഖ എന്നാൽക്കാണെന്ന് അറിയപ്പെടുന്നത്. അത് ഷെയ്ഖ് അൽബാനിയൊക്കെ തന്റെ സഹീൽ ജാമിയിൽ സഹിയാണെന്നൊക്കെ പ്രഖ്യാപിച്ച ഒരു ഹദീസാണ്. അപ്പൊ അഹമ്മദ്, നസായി, തിർമിദിയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. യുസാഹു ബി റജുൽ മിൻ ഉമ്മത്തി അലാ റഊസിൽ ഖലായിഖ്. പരസ്യമായി ഒരാളെ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ വിളിക്കപ്പെടും എന്ന് യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ അന്ന്. ഫയുൻശറു ലഹു 99 സിജില്ല. 99 രേഖകൾ, ഏടുകൾ നിവർത്തപ്പെടും. കുല്ലു സിജില്ലി മിൻഹ മദ്ദൽ ബസർ. ഓരോ ഏടിന്റെയും വലിപ്പം കണ്ണെത്തുന്ന ദൂരം എന്നാണ്, കുറേ ദൂരം, വലിയ ഏടുകൾ ഒക്കെ തിന്മകളാണ്, ചെയ്ത തിന്മകളാണ് പറയുന്നത്. സുമ്മ യഖൂലു തആല. എന്നിട്ട് അല്ലാഹ് പറയും, ഈ അടിമനെ വിളിച്ചു, ഓൻ ചെയ്ത് കൂട്ടിയ തിന്മകളാണ് 99 സിജില്ല് എന്നാണ്. അത് തുൻഫുറു മിൻ ഹാദാ ഷൈഅൻ. ഇത് നീ ഏതെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇത് ചെയ്ത് തന്നെ അല്ല എന്ന് വല്ല അഭിപ്രായം ഉണ്ടോ നീക്കാൻ? വല്ല അക്രമം ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഇത് ചെയ്ത് കൂട്ടിയതാണ്. ഫയഖൂൽ ലാ യാ റബ്ബ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം, ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാന്ന് പറയും. ഫയഖൂൽ. അപ്പൊ അല്ലാഹു പറയാലക ഉദുർ ഔ ഹസന. നിനക്കിനി വല്ല ഉദുറും ബോധിപ്പിക്കാണ്ടോ? അതല്ലേ വേറെ വല്ല നന്മയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ? എന്തെങ്കിലും നന്മ? അപ്പോ ഫയഹാബുർ റജുൽ. അദ്ദേഹത്തിന് പേടിയാവും, കാരണം നന്മ ആലോചിച്ചിട്ടൊന്നും കിട്ടില്ല. ഫയഖൂൽ യാ റബ്ബ് ലാ യാ റബ്ബ്. ഇല്ല എന്ന് പറയും. ഫയഖൂൽ. അപ്പൊ അല്ലാഹു പറയാൻ, ബല, അല്ല, ഒരു നന്മ ഉണ്ട് എനിക്ക്. ഇന്നലക ഇൻദന ഹസന. നിനക്ക് നമ്മുടെ അടുത്തൊരു നന്മയുണ്ട്. വഇന്നഹു ലാ ദുൽമ അലൈക്. ഇന്ന് നിനക്കെതിരെ ദുൽമ ഉണ്ടാവില്ല, അനീതി ചെയ്യപ്പെടുന്ന വേദിയല്ലത്. അങ്ങനെ ഫതുഖ്റജു ലഹു ബിത്താഖ. ഒരു ബിത്താഖ, ഒരു കാർഡ് പുറത്തേക്ക് കൊണ്ടുവരപ്പെടും. ഫി അതിലുണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത് മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്. പിന്നെ ചിലപ്പോൾ സാഹചര്യം വേറെയൊക്കെ പെട്ട് അത് ശിർക്കില്ലാത്ത ഒരാളായിരുന്നു. ഇതിന്റെ വിലയാണ് ഈ പറയണത്. ഫയഖൂൽ യാ റബ്ബ് മാ ഹാദിഹിൽ ബിത്താഖ മാ ഹാദിഹി സിജില്ലാത്ത്. ഈ ഏടുകളുടെ മുമ്പിൽ ഈ ബിത്താഖ എന്ത് ചെയ്യാനാണ്? ഫയഖൂൽ. അല്ലാഹു പറയും, ഇന്നക ലാ തുദ്ലം. നീ അനീതി ചെയ്യപ്പെടുകയില്ല. ഫതുളൗ സിജില്ലാത്ത് ഫി കിഫ. അങ്ങനെ തുലാസിന്റെ ഒരു തട്ടിൽ ഈ ഏടുകൾ വെക്കും. വൽ ബിത്താഖ ഫി കിഫ. ആ ബിത്താഖ
അലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ അത് തുലാസിന്റെ മറ്റേ തട്ടിലും തോഷത്തിൽ സിജില്ലാത്ത ആ ഏടുകൾ പൊങ്ങും, സഖുലത്തിൽ ബിത്താഖ ആ കാർഡ് അത് താഴും എന്നാണ് അതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി 14ാമത്തെ പോയിന്റ്, അന്നാലോ ഹുസിനത്ത് ബി സമാവാതി വല്ലർ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിനേക്കാൾ വലിയ ഖനാണ് ഇനി പറയാൻ പോകുന്നത്. ആകാശങ്ങളും ഭൂമിയും ഒക്കെ തൂക്കിയാൽ അതെന്തൊരു ലോകമാണ്, അതും ലാ ഇലാഹ ഇല്ലല്ലാഹയും തമ്മിലുള്ളതാണ്. അതിനെപ്പറ്റിയാ പറയുന്നത്. ഒന്നിങ്ങനെയാണ്, മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യാ റബ്ബ് അല്ലിംനി ശൈഅൻ അദ്കുറുക ബിഹി വഅദൂക ബിഹി, എനിക്ക് നിന്നെ ഓർക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ കിതാബ് തൗഹീദ് കൊടുത്തൊരു ഹദീസാണ്. ഫഖാല യാ മൂസ, അപ്പൊ അല്ലാഹ് പറഞ്ഞു ഖുൽ യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ. ഫഖാൽ, അപ്പൊ മൂസ അലൈഹിസ്സലാം പറഞ്ഞു യാ റബ്ബ് കുല്ലു ഇബാദിക യഖൂലു ഹദാ, അതെല്ലാവരും പറയുന്നതാണ്, അത് അദ്ദേഹത്തിന്റെ വില കുറച്ചിട്ടല്ല, അത് ഞാനും പറയും, ഞാൻ പുറമെ എനിക്ക് ഒന്നുകൂടി കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിന് വിശദീകരണം കൊടുക്കണം. അതിനെ ഒരു ഷെയ്ൻ തഹസ്സുനി ബിഹി, എനിക്ക് പ്രത്യേകമായൊരു വാചകം കൂടി പറയണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും അത് വെച്ച് പ്രാർത്ഥിക്കാനും. അപ്പൊ മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, യാ മൂസാലോ എന്ന സമാവാതി സബ്, മൂസ 7 ആകാശങ്ങളും വൽ അർദീന സബ് 7 ഭൂമിയും ഫീ കിഫത്തിൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ മറ്റേ തട്ടിലും ഇട്ടാൽ മാലക് ബിഹിം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും ഖനം തൂങ്ങുക എന്നാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഹദീസ് പലരും സഹിയാന്ന് പറഞ്ഞു, അതേസമയം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഒരു സ്ഥലത്ത് അത് ലൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിൽ ആശയത്തിൽ കുഴപ്പമില്ല, വേറെ സഹിയായ ഹദീസ് ഇതിനോട് ബലം നൽകുന്ന വേറൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ അതിലെന്തായാലും അബ്ദുല്ലാഹിബ്നു അംർ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹിബ്നു അംർ പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നൂഹൻ ഖാല ലിബ്നിഹി ഇൻദ മൗതി, നൂഹ് അലൈഹിസ്സലാം തന്റെ മകനോട്, മകൻ മരിക്കാൻ വേണ്ടി നിൽക്കുകയുള്ളൂ, വെള്ളത്തിലാണ് ആള്, ആ നേരം പറഞ്ഞ ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്നോട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽപ്പിക്കുകയാണ്. ഫൈന സമാവാതി സബ് 7 ആകാശങ്ങളും വൽ അർളീന സബ് 7 ഭൂമിയും ലോ ഉലിയത്ത് ഫീ കിഫത്തിൻ അത് ഒരു തുലാസിന്റെ ഒരു തട്ടിലും വഉലിയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ മറ്റേ തട്ടിലും ഇട്ടാൽ റജ്ജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനാണ് ഖനമുണ്ടാവുക എന്നാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നൂഹ് നബി തന്റെ മകന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സിൽസില ഹദീസ് സഹീലൊക്കെ ഷെയ്ഖ് അൽബാനി ഹദീസ് സഹിയാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വില ഇനിയും ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട്. ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. രാവിലെ ചൊല്ലുമ്പോൾ 100 തയ്ക്കുക, വൈകുന്നേരം ആകുമ്പോഴും 100, പിന്നെ നമുക്ക് അത് നിർണയിച്ചുകൊണ്ട് അത്രയും, പിന്നെ അല്ലാത്ത നേരത്തെ യാത്ര മറ്റൊക്കെ ഇത്രയും നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുണ്ട്, അത് സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും 10 വട്ടം പറയാം. അതിലൊന്നുകൂടി കൂട്ടണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് താവൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാത്ത ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാറ്റിനും താവൂത്ത് എന്നാണ് പറയാം. അങ്ങനെ ഇബാദത്ത് തനിക്ക് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഇപ്പൊ ഫിറൗനൊക്കെ എന്താണ്, ഞാനാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞ ആളാണ്. നമ്രൂദൊക്കെ എന്താണ്, ഞാനാണ് നിങ്ങളുടെ ആരാധ്യൻ. അപ്പോൾ താവൂത്താണെന്ന് അർത്ഥം. അതേസമയം അല്ലാഹ് അല്ലാതെ ആരാധിക്കപ്പെട്ട ആളാണ് ആര്? ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാം ഇതിനെ എതിർത്ത ആളാണ്. അപ്പൊ അദ്ദേഹം താവൂത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് പറഞ്ഞു.
വബറകാതുഹു.